സ്വന്തമായൊരു ലാപ്ടോപ്പ് എന്ന ശ്രീലക്ഷ്മിയുടെ സ്വപ്നം പൂവണിഞ്ഞു. സ്വന്തമായൊരു ലാപ്ടോപ്പ് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഈ അവസരത്തിലാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന വിവരം അറിയാനിടയായത്. FCC സന്യാസിമാരുടെ സേക്രഡ് ഹാർട്ട് ക്ലാരിസ്റ്റ് പ്രൊവിൻസസ് 20,000 രൂപ കൊടുത്ത് പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ശ്രീലക്ഷ്മിയുടെ വലിയ ലക്ഷ്യം പൂർത്തിയാക്കാൻ ക്ലാരിസ്റ്റ് പ്രൊവിൻസൻസ് പിന്തുണയും പ്രോത്സാഹനവുമായി മുന്നോട്ട് വന്നു. കമ്പ്യൂട്ടർ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ സംബന്ധിച്ച് കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി, ഡാറ്റ അനോട്ടേഷൻ, MS ഓഫീസ്, പവർ പോയിന്റ് തുടങ്ങിയവയിൽ വിദഗ്ധ പരിശീലനം നേടിയ ശ്രീലക്ഷ്മി സാൻജോ സദൻ സ്കൂൾ അധികൃതരുടെ സഹായത്തോടെ പല സ്ഥാപനങ്ങളുടെയും വർക്ക് ഓർഡർ സ്വീകരിച്ച് ഡാറ്റ എൻട്രി നടത്തിക്കൊടുത്ത് പ്രതിഫലം നേടാനും തുടങ്ങി. ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. അതിലൂടെ ജോലിയായി, വരുമാനമായി, സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഉപകരണം, അതാണ് കുഞ്ഞിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനൊരു സാധ്യത നാഷണൽ NGO ഫെഡറേഷൻ അത് ഈ കാലഘട്ടത്തിൽ അതിനെ നല്ലവരായ മനുഷ്യരിലേക്ക് ഇറക്കി അതിനെ കണ്ടെത്താൻ, അത് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ പ്രോവിൻസിന് ആയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മുൻപിൽ സിസ്റ്റർ ഷെഫി ഡേവിസ് ഇരിപ്പുണ്ട്. നമ്മുടെ പ്രോവിൻസിന്റെ സോഷ്യൽ വർക്കിന്റെ ആള്, ഒപ്പം തന്നെ സിസ്റ്റർ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാവും, MSW കഴിഞ്ഞ ആളാണ്. ഇതെല്ലാം ഒരുമിച്ചായതുകൊണ്ട് സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുണ്ട് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ. ഇത് സിസ്റ്ററിന്റെ അടുത്തേക്ക് വന്നപ്പോൾ സിസ്റ്റർ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എത്തേണ്ടവത് ആരിലേക്കാണ്, ആ തുറയിലേക്ക്, ആ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സിസ്റ്റർ രാപകലില്ലാതെ നിരന്തരമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങളും എന്ത് ചെയ്യും, ആർക്കാണോ ഇത് ആവശ്യം അവരിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ശ്രീലക്ഷ്മിയിലേക്ക് ഈ കാര്യം കടന്നു വരിക. ഓരോ കുഞ്ഞിന്റെയും വളർച്ച വളരെ പ്രതീക്ഷയോടെ സ്വപ്നം കാണുന്നവരാണ് മാതാപിതാക്കളെങ്കിൽ തങ്ങളുടെ കുഞ്ഞിന്റെ വൈകല്യം തിരിച്ചറിയുമ്പോൾ തകർന്നു പോയതിന്റെ കഥ പറയാനുണ്ട് സാൻജോ സദൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ അച്ഛനമ്മമാർക്ക്. നമ്മളായിട്ടുള്ള ചേച്ചിമാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താ കുട്ടി സംസാരിക്കില്ലേ, 1.5 വയസ്സ് കഴിഞ്ഞല്ലോ, സാധാരണ പിള്ളേർക്ക് ഇപ്പോൾ വർത്താനം പറയേണ്ട സമയമാണ് എന്നാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഈ കൊച്ചു പൊട്ടനാണോ വരെ നമ്മളോട് തയ്യാറാക്കി ചോദിക്കാൻ തുടങ്ങി. അങ്ങനത്തെ അവസ്ഥയൊക്കെ കടന്നു കൊടുക്കാറുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാൽ ഈ പ്രാർത്ഥന അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ കേൾക്കാണ് കുട്ടി ഇരിക്കുന്ന പലരും പറയുന്നുണ്ട്. 2 വയസ്സാകാതെ കുട്ടി കാര്യമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് കൊച്ചു പൊട്ടനാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മൗന നൊമ്പരം അഭിമാനമായി മാറുന്ന ദിനങ്ങളാണ് ശ്രീലക്ഷ്മിയുടെ കുടുംബാംഗങ്ങൾക്ക്. ജീവിതയാത്രയിൽ കൈത്താങ്ങായി കൂടെ നിൽക്കുന്ന സ്കൂൾ അധികൃതരോടും മാനേജ്മെന്റിനോടും അവർ നന്ദിയും പറഞ്ഞു. അഭിമാനാർഹമായ ഈ ചുവടുവെപ്പിൽ കൈത്താങ്ങാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം സേക്രഡ് ഹാർട്ട് ക്ലാരിസ്റ്റ് പ്രൊവിഡൻസ് സൊസൈറ്റിയുടെ സെക്രട്ടറി സിസ്റ്റർ ഷെഫി ഡേവിസ് പങ്കുവെക്കുകയും ചെയ്തു. ലോക്കൽ മാനേജർ സിസ്റ്റർ ലിജി ഫ്രാൻസിസ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ ജോർജ്, വാർഡ് മെമ്പർമാർ റൻഷു, ശശികല എന്നിവർ സംസാരിച്ചു. സിറ്റി വോയിസ്, ചേർത്തല.